ഈ സിനിമയുടെ അകത്ത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നെഞ്ചു മരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാനുണ്ട്. ഈ ചങ്കൂറ്റം പേഴ്സണൽ ലൈഫിൽ എത്ര അളവിലുണ്ടായിരുന്നു എന്നറിയാൻ ഞാനൊരു സന്ദർഭത്തോടുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ സമാന്തരങ്ങളിൽ അവാർഡ് കിട്ടുന്നു. പക്ഷേ ആ അവാർഡ് മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. പല അവസരങ്ങളിൽ കരുതിക്കൂട്ടി ബാലചന്ദ്രമേനോന്റെ പേര് വരാതെ ഒരുപാട് വാർത്തകൾ വരുന്നു. പേര് നീണ്ടുപോയി പറയും. നീണ്ടുപോയെന്ന് കാരണം അതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ പറയുന്നതേ ഒരേ, അതായത് മറ്റേ സൈഡിൽ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ കോംപ്ലിമെന്റ് ചെയ്യാൻ ഒരു റൈറ്ററുണ്ട്, ഡയറക്ടറുണ്ട്. ഇതെല്ലാം സ്വയമാണല്ലോ ചെയ്യുന്നത്. അതെ അതെ അതെ. അതൊരു വേദനയേ ആയിട്ടില്ല. അല്ല, അത് വേദനിച്ചിട്ട് കാര്യമില്ല. എന്തിനാ വേദനിക്കുന്നത്? ഞാൻ 38 പടങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരു സിനിമ എന്നെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് കരുതി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ഉള്ള ജീവിതം മുഴുവൻ എന്താ പറയുക, കരുവാളി പിടിച്ചിട്ട് ഒരു പടം എങ്ങനെയോ ഒപ്പിച്ചിട്ട് ആ പടത്തിൻ്റെ പൂജയുടെ തലേദിവസം മരിച്ചു പോകുന്ന ആൾക്കാരില്ലേ ഉണ്ട്. അത് എന്ത് ചെയ്യുക? അത് നോക്കുമ്പോൾ കരുണാമയനായ ദൈവം 38 പടം ആരോഗ്യമായിട്ട് ചെയ്യാൻ തന്നില്ലേ? ആ 38 പടത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ ഇന്നും നമ്മുടെ ഒരു സിനിമയുടെ പഴയ സിനിമ പഴയ അങ്ങനെ പറയത്തില്ല. വിത്ത് റെസ്പെക്റ്റ് ആണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ചെയ്ത കർമ്മത്തിന് കിട്ടിയ പുണ്യം. പിന്നെ വിമർശനം വരും, എല്ലാം വരും. അതൊന്നും ഐ ഡോണ്ട് കെയർ. ഐ ഡു എ ഫിലിം ബിക്കോസ് ഐ വാണ്ട് ടു ഡു ഇറ്റ്. അല്ല ഇനി ഒന്ന് ചെയ്ത് അത് കണക്കൂട്ടലൊന്നുമില്ല. ലോകത്ത് തന്നെ ഏറ്റവും അധികം സിനിമകൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച നടൻ, ദേശീയ അവാർഡുകൾ, എത്രയോ പുസ്തക പ്രസിദ്ധീകരണങ്ങൾ, കേരളം മൊത്തം. ഈ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നു, പാട്ട് പാടുന്നു, പുസ്തകം എഴുതുന്നു, എന്താ കാര്യം? അതൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇരുന്ന് കാശ് ഇടുന്നോട് ചെയ്യുന്ന നല്ലത്. ഇറ്റ് ഈസ് വിത്തിൻ യു ഹാവ് ടു എക്സോസ്റ്റ് ഇറ്റ്. അല്ലെ ഉറങ്ങാൻ ഒക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. കാലം കുറെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഇപ്പൊ ജെൻസി ആൽഫ ജനറേഷന്റെ കാലഘട്ടമാണല്ലോ. അവരെങ്ങനെ ഓർക്കണം ബാലചന്ദ്രൻ മേനോൻ? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ. അതെ, സ്വയമേ ഒരു പ്രതിച്ഛായ അത് പാടില്ല. ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഉള്ളൂ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഈ ഇരിക്കുന്ന ഞാൻ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച, കർഷകശ്രീ അവാർഡ് വാങ്ങിച്ച ബാലചന്ദ്രനാണ്. എത്ര പേർക്കറിയാം? കുറച്ച് പേർക്കറിയാം. അഭിമാനത്തോടെ ഞാനത് വാങ്ങിച്ചു. കാരണം ഞാൻ അർഹിക്കുന്നുണ്ടത്. ആ സ്ഥലത്ത് പോയി 8-9 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് 10-15 പശുക്കളെ പരിപാലിച്ച് അതിൻ്റെ ചാണകം കോരി അതിലൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നല്ല കർഷകനല്ല? അപ്പോൾ കർഷകശ്രീയായിട്ട് അവാർഡ് വാങ്ങിക്കാണ്ട് പശുവിനെ വാങ്ങിച്ചതല്ലേ ഞാൻ. അവിടെ പോയി പുല്ല് പറിച്ചിട്ടുണ്ട് ഞാൻ. നാഷണൽ അവാർഡ് വാങ്ങിച്ച ഒരാൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ ഫോൺ ചെയ്തു ഭാര്യ ഫാം ഹൗസിലേക്ക്. എന്ത് ചെയ്യുന്ന ചേട്ടാ? ഞാൻ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു. സത്യമാണ്. അപ്പോൾ ആ പുല്ല് പറിക്കുമ്പോഴും ആ പുല്ലിൽ നമ്മുടെ കൈകൾ സ്പർശിക്കുമ്പം അതിൻ്റെ ഈർപ്പം, അതിൻ്റെ നനവ്, അതിലൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ തലങ്ങൾ, അതൊക്കെ നമുക്ക് തരുന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് കലാഹൃദയം. ഞാൻ സംവിധാനം ചെയ്യുന്നുള്ള സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് മമ്മൂക്ക പറഞ്ഞതായി സാർ പറയുന്നൊരു വരിയുണ്ട്. ഒരിക്കലും നിങ്ങളെപ്പോലുള്ളൊരു ഡയറക്ടർ മറ്റൊരാളുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരാളല്ല. അതൊരു ബഹുമാനത്തിൻ്റെ ടോണാണ്. അത് ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു അളവ് അതിൽ വളരെ കൂടുതലാണ്. ഈ 50 വർഷ കാലയളവിൽ മമ്മൂക്കയിൽ നിന്ന് ലഭിച്ചതുപോലുള്ള ഒരു ബഹുമാനവും ആദരവും എല്ലാ കാലവും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും പരാതികളുണ്ടോ? പറയാം. നല്ല ചോദ്യം. ഞാൻ പറയാം. ഞാൻ സിനിമ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. നിങ്ങൾ സൂചിപ്പിച്ചു. ഇന്നിതുവരെ എനിക്ക് ഞാൻ അർഹിക്കുന്ന പരിഗണനയോ ആദരവോ കിട്ടാത്ത ഒരു സന്ദർഭത്തിൽ പെട്ടിട്ടില്ല. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനുള്ള അവസരം കൊടുക്കില്ല. ഇരിക്കാൻ നല്ല കസേരയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവിടെ കസേരയ്ക്ക് വേണ്ടി ഞാൻ ബഹളം ഉണ്ടാക്കത്തില്ല. അർത്ഥമില്ല. അത് ന്യൂസൻസ് വാല്യൂ. വേറെ ഒരുപാട് സമയം കൊണ്ട് ചെയ്തോളൂ. പിന്നീട് ധനപരമായ കാര്യം, സിനിമയാണ്. ഞാൻ പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇന്നിതുവരെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ചെക്ക്, ഒഫീഷ്യൽ ചെക്ക് ബൗൺസ് ആയിട്ടില്ല. ഞാൻ വാങ്ങിയ ചെക്കുകൾ സിനിമയിൽ നിന്ന് ഒരു ചെക്ക് ഒഴിച്ച് ബാക്കി ഒന്നും ബൗൺസ് ആയിട്ടില്ല. ആ മടങ്ങിയ ചെക്ക് എൻ്റെ ഒരു കുടുംബ സുഹൃത്തായതുകൊണ്ട് ആ കുടുംബത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ മറന്നു. ബാക്കി എല്ലാം ഞാൻ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ആളാണ്. അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ആളായതുകൊണ്ടാണ് ഉറുപ്പിൻ്റെ കണക്ക് പുസ്തകം ഉണ്ടായത്. ഒന്നും ഇല്ലാത്തതൊന്നുമില്ല. ഇല്ലാത്ത കാര്യമൊക്കെ ഉണ്ടാക്കി ഇല്ലാത്ത കിരീടമൊക്കെ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വിഡ്ഢിയാകാൻ താല്പര്യമില്ല. ഒരു സമയത്ത്, അതായത് 90കളുടെ അവസാനത്തിലും 80കളുടെ 80കളുടെ മധ്യഭാഗത്തൊക്കെ ആളുകൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ബാലചന്ദ്രമേനോൻ. ബാലചന്ദ്രമേനോൻ സിനിമയിൽ ഇവർ രണ്ടുപേരും വരുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രൊജക്ട്? അല്ല, വന്നിട്ടുണ്ടല്ലോ അവർ. എൻ്റെ മോഹൻലാൽ ഒന്നുമില്ലാതിരുന്ന സമയത്താണ്. അല്ല, നിങ്ങൾ 3 പേരും കൂടി 3 സൂപ്പർ സ്റ്റാർസ്. അല്ലല്ല, മോഹൻലാൽ, ഞാൻ വേറെ ഇൻ്റർവ്യൂ പറഞ്ഞാണ്, മോഹൻലാലിനെ ആദ്യമായിട്ട് എൻ്റെ പടത്തിലിട്ടപ്പം അത് എൻ്റെ ചുറ്റുമുള്ള ലോകം മുഴുവൻ എതിർത്താണ്. ഞാൻ തന്നെയാണ് വക്താവായിട്ട് തോന്നുന്നത്. ഇല്ല, മോഹൻലാൽ ചെയ്യണം, മോഹൻലാൽ ആ റോൾ ചെയ്യണം, മോഹൻലാൽ ആ പാട്ട് പാടണം എന്ന് നിഷ്കർഷിച്ച് തൊപ്പിയും വെച്ച് പറഞ്ഞ ഡയറക്ടറാണ് ഞാൻ. മമ്മൂട്ടി അങ്ങനെ എൻ്റെ കൂടെയും രണ്ടോ നല്ല
ശേഷം കാഴ്ചയിൽ എൻ്റെ ഓഫ്കോഴ്സ് നയം വ്യക്തമാക്കണം എന്നാണ് തോന്നുന്നത്, മെയിൻ റോൾ. അപ്പോൾ എൻ്റെ പടത്തിൽ അപ്പോൾ ഇനി അടുത്ത സംഭവം നിങ്ങളത് പറയുന്നില്ല, എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ പേര് സൂചിപ്പിച്ചാൽ ബാക്കി സാമ്പത്തികമായ എല്ലാ കടപ്പാടുകളും ബുദ്ധിമുട്ടും തീരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ മലയാള സിനിമയിലെ ഒട്ടുമത്ര അറിയപ്പെടുന്ന രീതിയിലുള്ള അല്ലാത്ത ലോബിയിൽപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, പഴയ ആൾക്കാർ. അവരെല്ലാവരും എൻ്റെ പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സന്തോഷം അവരൊന്നും നേടാനില്ല. എത്രയോ പേര്, അടൂർ പങ്കജം, അടൂർ ഭവാനി, പഴയ ആർട്ടിസ്റ്റുകളാണ്. കൊട്ടാരക്ക ശ്രീധരൻ നായർ, ഓർത്ത് നോക്കുക. എവിടെങ്കിലും അവരെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യും. അല്ലാതെ ആർക്കുണ്ട് മണം, ആർക്കുണ്ട് നിറം, പോയി അതെൻ്റെ നിലപാടല്ല. കാരണം ഞാൻ നിറമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ആദ്യം. അപ്പം ഞാൻ കയറി വന്നില്ലേ, ആ അവസരം തന്നപ്പോൾ ബാക്കിയുള്ള അവസരം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നും എന്തുകൊണ്ട് വരുന്നില്ല, എൻ്റെ ശരീരഭാഷയും എൻ്റെ രീതിയൊന്നും മാറ്റി ഇനി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് 50 വർഷം സിനിമയെ കഴിഞ്ഞ സുഹൃത്തെ, ഇനിയിപ്പോൾ എനിക്ക് സിനിമയെ അള്ളിപ്പിടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കൂടുതൽ താല്പര്യം വാചകം പഠിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും? വാചകം വഴിയും വാങ്ങോട്ടും. അതാണ് ഏറ്റവും നല്ല ലഹരി. വളരെ ഗംഭീരമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കൂടി സിനിമയിൽ തന്നിട്ടുണ്ടല്ലോ. ഇത്രയും കാലത്തെ സിനിമാ ജീവിതം, വ്യക്തി ജീവിതത്തിൽ നിന്ന് പുരുഷന്മാർ സ്ത്രീകളെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്താണ്? അപകടമാണ്. സ്ത്രീകളോ? ഇഫ് നോട്ട് ഹാൻഡിൽഡ് വിത്ത് കെയർ. ഇതിനപ്പുറം ഒരു നല്ല വ്യാഖ്യാനം ഉടനെ കിട്ടത്തില്ല ഇത്ര പെട്ടെന്ന്. നിങ്ങളൊരു പക്ഷേ എന്നെ ഉത്തരം മുട്ടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കൊരു മോളുണ്ടെന്നറിയാം, എനിക്കൊരു ഭാര്യ ഉണ്ടെന്നറിയാം. അപ്പോൾ ആ ഉത്തരം എങ്ങനെ ഇരിക്കുന്നത് അറിയാനുള്ള വാസന ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇപ്പം നമ്മൾ ഓരോ ഘട്ടത്തിലും വളരെ രസമുള്ള ബാലചന്ദ്ര മേനോന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരരാത്രി എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അവിടെ ഫുൾ ചങ്കൂറ്റമാണ്. അതായത് ഷൂട്ട് ചെയ്യുന്നതിന് അന്ന് വൈകുന്നേരം 3 മണിക്ക് ക്യാമറ കാണുന്ന ഒരു സംവിധായകൻ്റെ ചങ്കൂറ്റമുണ്ട്. ഇപ്പം അമ്മയാണ് സത്യത്തിലൊക്കെ നോക്കുമ്പോൾ അതൊരു അങ്ങനത്തെ ഒരു പ്ലേ ഉള്ളൊരു സിനിമ പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. ഇപ്പം മലയാള സിനിമ മൊത്തം അടുക്കളപ്പുറത്തേക്ക് കൊണ്ടുപോയ ഒരു സംവിധായകൻ വേറെ ഇല്ല. അപ്പോൾ പ്രതിച്ഛായയിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു പുതുക്കിയ ബാലചന്ദ്ര മേനോനെ കാണാനാവും. അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും വെൻ ഐ ആക്ട് ഇൻ അനദർ ഫിലിം ഐ വിൽ നെവർ ബി മൈ ജഡ്ജ്. അതിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഞാനല്ല. കാരണം അത് അപകടം ചെയ്യും. അതിൽ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയി അപകടം ചെയ്യും. ഇപ്പം ഞാൻ എഴുതി നായകനായിട്ട് അഭിനയിക്കുക, സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വരുമ്പോൾ എനിക്ക് 4-5 ലൈസൻസ് കാണും. അപ്പം ഞാനൊരു ഷോട്ട് എടുക്കുന്നു, ഭാര്യ മരിച്ചുപോയി, എക്സാമ്പിൾ, റിയാക്ട് ചെയ്യണം. ഞാൻ റിയാക്ട് ചെയ്യും. ഈ 5 പേരോടും ചോദിച്ചാൽ 5 പേര് 5 അഭിപ്രായങ്ങൾ. ഓടിപ്പോയി, കുറഞ്ഞുപോയി, ചുണ്ട് കൂട്ടി, കണ്ണടച്ചു, ആണല്ലേ, അപ്പം ഷോട്ട് നമ്പർ 6 അങ്ങ് ഓക്കെ, ഇതെൻ്റെ തീരുമാനമാണ്. അവിടെ പറയും. വേറൊരാളെ പ്രതി അഭിനയിക്കുമ്പം ഐ കനോട്ട് ബി മൈ ജഡ്ജ്. കേൾക്കുക, ഉൾക്കൊള്ളുക, ചെയ്യുക. അവിടെ നിന്ന് ഈഗോ ഒന്നും കാണിക്കരുത്. ഡയറക്ടർ വിൽ ബി ആൻ യങ് ഫെലോ, യു ഷുഡ് ഗോ ബിലോ ഹിസ് ടൈം.